പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ദൈവവചന ചിന്തയുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഉയർച്ച പ്രാപിപ്പാൻ, ഒരഭിവൃദ്ധി പ്രാപിപ്പാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ ഇവിടെ അബ്രഹാമിൻ്റെ മകളെന്നുള്ള പേരും ആ നിലയിലുള്ള ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു സാധു സ്ത്രീയെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അഥവാ പള്ളിയിൽ കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് കടന്നു വരുന്ന ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ദീർഘവർഷങ്ങളുടെ പാരമ്പര്യം പറയാനുള്ള ഒരു സാധു സ്ത്രീയാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ 18 വർഷവും ആലയവുമായിട്ട് അല്ലെങ്കിൽ ദൈവസാന്നിധ്യവുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഉയർച്ചയോ അഭിവൃദ്ധിയോ ആ നിലയിൽ ഒരു പ്രോഗ്രസ്സോ കാണാൻ കഴിയാതിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരു ശബത്തിൽ യേശു കർത്താവ് പുരുഷാരത്തെ ഈ പള്ളിയിൽ വെച്ച് ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ 18 വർഷമായിട്ട് രോഗം ബാധിച്ച് ഒട്ടും നിവരാൻ കഴിയാത്ത ഒരു സ്ത്രീയെ അവിടെ കാണുവാനിടയായി. യേശു ആ സഹോദരിയെ കണ്ടപ്പോൾ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ആ സാധു സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാനിടയായി. ആ ശബത്ത് ദിവസം യേശു കർത്താവ് ആ സഹോദരിയുടെ മേൽ കൈവച്ച് അവളിൽ ഉണ്ടായിരുന്ന കൂനിൻ്റെ കാരണത്തെ അവിടെ മറ്റുള്ളവർ കേൾക്കത്തക്ക നിലയിൽ പ്രഖ്യാപിക്കാനിടയായി. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 18 വർഷങ്ങളായി സാത്താൻ ബന്ധിച്ചിരുന്ന അല്ലെങ്കിൽ ആ നിലയിൽ ബാധിച്ചിരുന്ന ഉയർച്ചയോ നന്മയോ നേട്ടമോ അഭിവൃദ്ധിയോ എന്തിനധികം തൻ്റെ മുഖമൊന്ന് ഉയർത്താൻ കഴിയാതെ വണ്ണം ഒതുക്കിയിരുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ആ സഹോദരിക്ക് ദൈവം കൊടുപ്പാനിടയായത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചാൽ പുറമേ നോക്കുന്നവർക്ക് ഒരു കൂനിയായ സ്ത്രീ എന്നല്ലാതെ ഇതിൻ്റെ മൂല കാരണം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ നസ്രയനായ യേശു ക്രിസ്തു ആ സാധു സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ഇത്രമാത്രം ബന്ധിച്ചിരിക്കുന്ന ബാധിച്ചിരിക്കുന്ന അതിൻ്റെ മൂല കാരണമായിട്ടുള്ള സാത്താൻ്റെ ബന്ധനത്തെക്കുറിച്ച് കാണാനിടയായി. അതറിഞ്ഞ് അത് കണ്ട് അതിന് വിടുതൽ നൽകുവാൻ യേശു കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ചരിത്ര വസ്തുത. ഞാൻ പറഞ്ഞോട്ടെ, നാളുകൾ കൊണ്ട് ആത്മീയ ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നു, വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്കുണ്ട് എന്ന് പറയുമ്പോഴും ചില മേഖലകളിലൊക്കെ വേണ്ടും വണ്ണം ഒന്ന് ഉയരാനോ മുഖം ഉയർത്താനോ തല ഉയർത്താനോ കഴിയാതെ വണ്ണം ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഒതുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഏതു തന്നെയാണെങ്കിലും അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വരുവാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൽപ്പിക്കുന്നു. എത്ര നാളുകൾ, എത്ര വർഷങ്ങൾ, എത്ര പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ഈ വചനം ഉറപ്പു നൽകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ സഹോദരി ഉയരത്തിലുള്ളതൊന്നും അന്വേഷിക്കുന്നില്ല, ഉയരത്തിലുള്ളതൊന്നും കാണാനും കഴിയുന്നില്ല. പ്രത്യുത തന്നെയായി എപ്പോഴും കാണുന്നത്. ഈ 18 വർഷം കൊണ്ടും താൻ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ മറ്റൊരർത്ഥം ഞാൻ, എൻ്റേത്, എനിക്കുള്ളത് തുടങ്ങിയ ഒരു ചിന്താഗതിയുമായിട്ട് ആത്മീയ കാര്യങ്ങളിൽ വളരാൻ കഴിയത്തില്ല. നമുക്ക് അങ്ങനെയുള്ള നമ്മുടേതായ ചില കാര്യങ്ങളിലുള്ള, അത് പിടിവാശിയാകട്ടെ അല്ലെങ്കിൽ ആ നിലയിലുള്ള ചില ചിന്താഗതികളാകട്ടെ, അവയിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു മാറിയേ പറ്റത്തുള്ളൂ. ആത്മാവിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് പറയുന്നത്, ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ മുഖം ഉയർത്താൻ കഴിയാതെ, തല ഉയർത്താൻ കഴിയാതെ, പുറമേ നമുക്ക് കാരണമൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇന്ന് ദൈവാലോചന കൈമാറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവാം ദൈവമേ, ദീർഘ 18 വർഷങ്ങൾ സാത്താൻ ബന്ധിച്ചിരുന്ന ആ സാധു സ്ത്രീയുടെ ജീവിതത്തിൽ അതിശയകരമായൊരു വിടുതൽ കർത്താവ് നൽകി. അവൾ മുഖമുയർത്തി, തല ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായതുപോലെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ഒതുക്കപ്പെട്ടോ ബന്ധിക്കപ്പെട്ടോ ഇരിക്കുന്നെങ്കിൽ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനം ഇന്ന് പുറത്തു വരാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന
അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ദൈവമഹത്വങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങട്ടെ കർത്താവേ. അങ്ങ് ചെയ്ത വിടുതലിനായി സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങേക്ക് ക്രിസ്തു യേശുവിൻ്റെ തുല്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വലിയവനായ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.